മനുഷ്യ ശരീരം എന്നത് ഇന്നും ശാസ്ത്രലോകത്തിന് പൂർണ്ണമായും പിടികിട്ടാത്ത ഒരു അത്ഭുതമാണ്. നൂറ്റാണ്ടുകളായി നമ്മൾ പഠിച്ചു പോന്നത് മനുഷ്യന് 5 ഇന്ദ്രിയങ്ങളാണ് ഉള്ളതെന്നാണ്. കണ്ണ്, മൂക്ക്, നാവ്, ചെവി, ത്വക്ക് എന്നിവ. പിന്നീട് ചിലരിൽ പ്രകടമാകുന്ന അതീന്ദ്രിയ ജ്ഞാനത്തെ നമ്മൾ 6ാം ഇന്ദ്രിയം എന്ന് വിളിച്ചു. എന്നാലിപ്പോൾ ശാസ്ത്രലോകം ഇതിനും അപ്പുറത്തുള്ള 7ാമത് ഒരു ഇന്ദ്രിയത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുകയാണ്. റിമോട്ട് ടച്ച് എന്ന് വിളിപ്പേരുള്ള ഈ 7ാം ഇന്ദ്രിയം തൊടാതെ തന്നെ വസ്തുക്കളെ തിരിച്ചറിയാൻ മനുഷ്യനെ സഹായിക്കുന്ന ഒന്നാണ്. ലണ്ടനിലെ ക്വീൻ മേരി യൂണിവേഴ്സിറ്റിയിലെ ഗവേഷകർ നടത്തിയ പഠനമാണ് മനുഷ്യരിലെ ഈ നിഗൂഢമായ കഴിവിനെ പുറം ലോകത്തിന് പരിചയപ്പെടുത്തുന്നത്. മണ്ണിനടിയിലോ മണലിനടിയിലോ മറഞ്ഞിരിക്കുന്ന വസ്തുക്കളെ സ്പർശിക്കാതെ തന്നെ തിരിച്ചറിയാൻ കഴിയുന്ന ഈ ശേഷി മനുഷ്യൻ എത്രത്തോളം പ്രയോജനപ്പെടുത്തുന്നുണ്ടെന്ന് അത്ഭുതകരമായ ഒരു കാര്യമാണ്. എന്താണ് റിമോട്ട് ടച്ച് അഥവാ 7ാം ഇന്ദ്രിയം? സാധാരണയായി ഒരു വസ്തുവിനെ അറിയാൻ നമ്മൾ അത് സ്പർശിക്കുകയോ കാണുകയോ വേണം. എന്നാൽ റിമോട്ട് ടച്ച് എന്ന 7ാം ഇന്ദ്രിയം പ്രവർത്തിക്കുന്നത് അല്പം വ്യത്യസ്തമായാണ്. മണലിന് മുകളിലൂടെ നടക്കുമ്പോഴോ സ്പർശിക്കുമ്പോഴോ ഉണ്ടാകുന്ന മർദ്ദ തരംഗങ്ങളെ തിരിച്ചറിയാനുള്ള കഴിവാണിത്. ലളിതമായി പറഞ്ഞാൽ, നമ്മൾ മണലിന് മുകളിൽ കൈവയ്ക്കുമ്പോൾ ഈ മണലിനടിയിൽ എന്തെങ്കിലും ഖരരൂപത്തിലുള്ള വസ്തു ഉണ്ടെങ്കിൽ മണലിലെ തരികൾക്കിടയിലൂടെയുള്ള മർദ്ദത്തിൽ വ്യത്യാസമുണ്ടാകുന്നു. ഈ വ്യത്യാസത്തെ തിരിച്ചറിയാൻ നമ്മുടെ നാഡീവ്യൂഹത്തിന് കഴിയുന്നു എന്നതാണ് പുതിയ കണ്ടെത്തൽ. ഇതൊരു തരം വിദൂര സ്പർശനമാണ്. മണലിനടിയിൽ 2.7 സെന്റിമീറ്റർ ആഴത്തിൽ വരെ ഇരിക്കുന്ന വസ്തുക്കളെ ഇത്തരത്തിൽ സ്പർശിക്കാതെ തന്നെ കണ്ടെത്താൻ മനുഷ്യന് സാധിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഈ പ്രക്രിയയെ ഒരു കടൽ തീരത്തെ മണൽത്തരികടിയിലൂടെയുള്ള ഊർജ്ജ പ്രവാഹമായി കാണാവുന്നതാണ്. നിങ്ങളൊരു കല്ല് മണലിനടിയിൽ ഒളിപ്പിച്ചു വെച്ചു എന്ന് കരുതുക. നിങ്ങൾ മണലിന് മുകളിൽ വിരലമർത്തുമ്പോൾ കല്ലിരിക്കുന്ന ഭാഗത്തെ മണൽത്തരികൾക്ക് കൂടുതൽ പ്രതിരോധം നേരിടേണ്ടി വരുന്നു. ഈ പ്രതിരോധം സൃഷ്ടിക്കുന്ന തരംഗങ്ങൾ നമ്മുടെ വിരൽത്തുമ്പിലെ സൂക്ഷ്മമായ സംവേദനക്ഷമതയുള്ള കോശങ്ങൾ പിടിച്ചെടുക്കുന്നു. അതീവ സൂക്ഷ്മമായ ഈ വിവരങ്ങൾ മസ്തിഷ്കം വിശകലനം ചെയ്യുന്നതിനിടെ താഴെ എന്തോ ഉണ്ടെന്ന ബോധ്യം നമുക്കുണ്ടാകുന്നു. ഇതാണ് ശാസ്ത്രീയമായി 7ാം ഇന്ദ്രിയം എന്ന് വിളിക്കപ്പെടുന്നത്. മനുഷ്യനിൽ ഈ കണ്ടെത്തൽ പുതിയതാണെങ്കിലും പ്രകൃതിയിലെ മറ്റു പല ജീവജാലങ്ങളിലും ഈ കഴിവ് പണ്ടേ നിലവിലുണ്ട്. തീരദേശ പക്ഷികളായ സാൻഡ് പൈപ്പറുകൾ, അതുപോലെ പ്ലോവറുകൾ എന്നിവ ഇതിന് മികച്ച ഉദാഹരണങ്ങളാണ്. മണലിനടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ചെറിയ പുഴുക്കളെയും മറ്റ് ഇരകളെയും ഈ പക്ഷികൾ കണ്ടെത്തുന്നത് അവയെ കണ്ടിട്ടല്ല. മണലിന് മുകളിൽ കൊക്കുകൊണ്ട് തട്ടുമ്പോൾ ഉണ്ടാകുന്ന മർദ്ദവ്യത്യാസങ്ങൾ തിരിച്ചറിഞ്ഞ് അവ ഇരയുടെ കൃത്യമായ സ്ഥാനം മനസ്സിലാക്കുന്നത്. മനുഷ്യനിലും സമാനമായ ഒരു ജൈവിക സംവിധാനം ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്നാണ് എലിസബറ്റ വെർസസിന്റെ നേതൃത്വത്തിലുള്ള ഗവേഷക സംഘം കണ്ടെത്തിയിരിക്കുന്നത്. പക്ഷികളിലെ ഈ കഴിവിനെ റിമോട്ട് ടച്ച് എന്ന് വിളിക്കുമ്പോൾ മനുഷ്യരിലെ ഈ കഴിവിനെ നമ്മുടെ പരിണാമ പ്രക്രിയയുടെ ഭാഗമായി അവശേഷിച്ച ഒന്നായാണ് ശാസ്ത്രം വിലയിരുത്തുന്നത്. ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലത്ത് പോലും മനുഷ്യൻ ഈ ജൈവികമായ കഴിവിനെ വെല്ലാൻ യന്ത്രങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നതാണ് ശ്രദ്ധേയം. പഠനത്തിന്റെ ഭാഗമായി നടത്തിയ പരീക്ഷണത്തിൽ മണലിനടിയിലെ വസ്തുക്കളെ കണ്ടെത്തുന്നതിൽ റോബോട്ടുകളേക്കാൾ 40% അധികം കൃത്യത മനുഷ്യർക്കുണ്ടെന്ന് കണ്ടെത്തി. സെൻസറുകൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന അത്യാധുനിക റോബോട്ടുകൾക്ക് തിരിച്ചറിയാൻ കഴിയാത്ത സൂക്ഷ്മമായ തരംഗ വ്യത്യാസങ്ങൾ പോലും മനുഷ്യന്റെ വിരൽത്തുമ്പുകൾക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇത് മനുഷ്യന്റെ സ്പർശനശേഷിയുടെ അമ്പരപ്പിക്കുന്ന വ്യാപ്തിയെയാണ് സൂചിപ്പിക്കുന്നത്. കാഴ്ചയില്ലാത്തവർ വസ്തുക്കളെ തിരിച്ചറിയാൻ ഈ സംവേദനക്ഷമത കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ കാഴ്ചയുള്ളവരിലും ഈ കഴിവ് പ്രവർത്തനക്ഷമമാണെന്ന് ഗവേഷണം അടിവരയിടുന്നു. ഇനി 7ാം ഇന്ദ്രിയം ഉള്ളവരെ എങ്ങനെ തിരിച്ചറിയാമെന്ന് നോക്കാം. എല്ലാ മനുഷ്യരിലും ഈ കഴിവ് ഒരുപോലെ വികസിതമായിരിക്കില്ല. എങ്കിലും ചില ലക്ഷണങ്ങളിലൂടെ ഇത് തിരിച്ചറിയാൻ സാധിക്കും. ചില ആളുകൾക്ക് നിലത്ത് നടക്കുമ്പോൾ അവയുടെ പ്രത്യേകതകളോ അതിനടിയിൽ മാറ്റങ്ങളോ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. കാട്ടിലൂടെ നടക്കുമ്പോൾ മണ്ണിനടിയിലെ വേരുകളോ കുഴികളോ നഗ്നപാതരായി നടക്കാതെ തന്നെ അനുഭവപ്പെടുന്ന അവസ്ഥയുണ്ടാകാം. കൈകൾ കൊണ്ട് മണലിലോ പൊടിയിലോ പ്രവർത്തിക്കുന്ന ജോലികൾ ചെയ്യുന്നവർക്ക്, ഉദാഹരണത്തിന് ഈ ശില്പികൾ, കൽപ്പണിക്കാരൊക്കെ, ഈ സംവേദനക്ഷമത മറ്റുള്ളവരെക്കാൾ കൂടുതലായിരിക്കും. വിരൽത്തുമ്പിലെ സൂക്ഷ്മമായ കമ്പനങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നവർക്ക് ഈ 7ാം ഇന്ദ്രിയം കൂടുതൽ ഉണർവോടെ പ്രവർത്തിക്കുന്നു എന്ന് പറയാം. ഇതൊരു മാന്ത്രിക ശക്തിയൊന്നുമല്ല, മറിച്ച് നമ്മുടെ നാഡീവ്യൂഹം വിവരങ്ങൾ ശേഖരിക്കുന്നതിലെ ഒരു സങ്കീർണമായ രീതിയാണ്. നിങ്ങൾ കണ്ണടച്ച് മണലിന് മുകളിൽ പതുക്കെ വിരലുകൾ ചലിപ്പിച്ച് നോക്കുക. വിരലുകൾക്ക് അനുഭവപ്പെടുന്ന ചെറിയ പ്രതിരോധങ്ങളും മർദ്ദവ്യത്യാസങ്ങളും ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കും ഈ 7ാം ഇന്ദ്രിയത്തെ തൊട്ടറിയാൻ സാധിക്കും. പരിശീലനത്തിലൂടെ ഈ ശേഷി വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നും വിദഗ്ധർ പറയുന്നുണ്ട്. കാഴ്ചയും കേൾവിയും പോലെ തന്നെ ശ്രദ്ധയോടെ ഉപയോഗിച്ചാൽ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള അറിവ് നൽകാൻ തന്നെ ഈ സ്പർശന ജ്ഞാനത്തിന് സാധിക്കും. മനുഷ്യന്റെ പരിണാമത്തെക്കുറിച്ചും തലച്ചോറിന്റെ പ്രവർത്തനത്തെക്കുറിച്ചും പുതിയ ഉൾക്കാഴ്ചകൾ നൽകാൻ ഈ പഠനം സഹായിക്കുന്നു. നമ്മുടെ പൂർവികർ വേട്ടയാടുന്നതിനും അപകടങ്ങൾ മുൻകൂട്ടി കാണുന്നതിനും ഇത്തരം അതീവ സൂക്ഷ്മമായ സംവേദനങ്ങൾ ഉപയോഗിച്ചിരുന്നിരിക്കാം.
ഇന്ന് ആധുനിക സൗകര്യങ്ങൾക്കിടയിൽ ജീവിക്കുമ്പോൾ ഇത്തരം പ്രകൃതിദത്തമായ കഴിവുകൾ നമ്മൾ വിസ്മരിക്കുകയാണ്. എന്നാൽ വൈദ്യശാസ്ത്ര രംഗത്തും റോബോട്ടിക്സ് രംഗത്തും ഈ കണ്ടെത്തൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. മനുഷ്യന്റെ വിരൽത്തുമ്പുകൾക്ക് സമാനമായ സംവേദനക്ഷമതയുള്ള കൃത്രിമ അവയവങ്ങൾ നിർമ്മിക്കാനും ദുരന്തമുഖങ്ങളിൽ മണ്ണിനടിയിൽപ്പെട്ടവരെ കണ്ടെത്താനുമുള്ള സെൻസറുകൾ വികസിപ്പിക്കാനും ഈ പഠനം വഴിയൊരുക്കും. ഏഴാം ഇന്ദ്രിയം എന്നത് കേവലം ഒരു സങ്കല്പമല്ല, മറിച്ച് ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ട ഒന്നാണെന്ന് നമ്മൾ തിരിച്ചറിയണം. പഞ്ചേന്ദ്രിയങ്ങളുടെ പരിധിക്കപ്പുറം മനുഷ്യന് സ്പർശിക്കാതെ തന്നെ സ്പർശനം അനുഭവിക്കാൻ കഴിയുന്നു എന്നത് ജൈവികമായ ഒരു വിസ്മയമാണ്. നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഇത്തരം കഴിവുകളെക്കുറിച്ച് ബോധവാന്മാരാകുന്നത് സ്വയം മനസ്സിലാക്കുന്നതിനുള്ള മറ്റൊരു വഴി കൂടിയാണ്.